Hello all. So today we are going to discuss the topic, the theory of interference fringes. So before that we want to know what is interference. Interference is the phenomenon of superposition of two coherent wave in the region of superposition. സോ അതിലൊരു ടേം വരുന്നത് കൊഹിറൻറ്റ് സൂപ്പർപൊസിഷൻ. സോ എന്താണ് സൂപ്പർപൊസിഷൻ, അതേപോലെ തന്നെ എന്താണ് കൊഹിറൻറ്റ് വേവ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ ഇൻ്റർഫറൻസിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത് വെൻ ടു ഓർ മോർ വേവ് ആർ അലൗഡ് ടു പാസ് simultaneously through a continuous medium, they superimpose one another, then each wave produces its own displacement at any point and the resultant displacement will be the vector sum of their individual displacement. അതായത് ഒരു രണ്ടോ മൂന്നോ വേവിനെ നമ്മൾ പാസ് ചെയ്യാണ്, ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ they will superimpose എന്ന് പറഞ്ഞാൽ കൂടിച്ചേരും, and they will produce its own displacement of any point. അതായത് ഈ ഇൻഡിവിജ്വൽ വേവ്സിന് എന്തുണ്ടാവും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് കിട്ടുന്ന റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലൊരു ടേം വരുന്നുണ്ട് കൊഹിറൻറ്റ് എന്ന് പറഞ്ഞാൽ ദ സോഴ്സ് വിച്ച് ഈസ് ഹാവിങ് നോ ഫേസ് ഡിഫറൻസ്, അല്ലെങ്കിൽ ദേ വിൽ ബി ഹാവിങ് എ സെയിം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊഹിറൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് നമുക്ക് സിമ്പിളായിട്ട് പറയാം, വെൻ ടു ഓർ മോർ വേവ് ആർ അലൗഡ് ടു പാസ് ത്രൂ എ കണ്ടിന്യൂസ് മീഡിയം, ദേ കോയിൻസൈഡ് ഇൻ സ്പേസ് ആൻഡ് ടൈം, ദെൻ വി ക്യാൻ സേ ദേ ആർ ഇൻ്റർഫറൻസ്, അല്ലെങ്കിൽ ദേ ഇൻ്റർഫർ വിത്ത് ഈച്ച് അതർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ തിയറിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തിയറി ഓഫ് ഇൻ്റർഫറൻസ് പറയുന്നതിന് മുമ്പ് വി വോണ്ട് ടു നോ വാട്ട് ഇസ് യങ്സ് എക്സ്പെരിമെൻറ്റ്. യങ്സ് എക്സ്പെരിമെൻറ്റ് നമ്മൾ +2 മുതലേ കേൾക്കുന്നൊരു ടേമാണ് യങ്സ് എക്സ്പെരിമെൻറ്റ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ യങ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. സോ ഇതിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് വിൽ ബി എ നാരോ സ്ലിറ്റ്, ആൻഡ് നാരോ സ്ലിറ്റിലൂടെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. നമുക്ക് 2 സ്ലിറ്റ് വെച്ചിട്ടുണ്ട്, S1 S2 എന്ന് പറയുന്ന 2 സ്ലിറ്റും നമ്മളവിടെ വെച്ചിട്ടുണ്ട്. സോ ഈ ലൈറ്റ് എന്ത് ചെയ്യും, ഈ 2 സ്ലിറ്റ് സ്മോൾ സ്ലിറ്റിലൂടെ പാസ് ചെയ്യുകയും ആൻഡ് there will be a pattern of bright and dark interference bands അല്ലെങ്കിൽ ഫ്രിഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 വേവ് ആഡ് കൺസ്ട്രക്റ്റീവ്ലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചും ആൻഡ് 2 വേവ് ദാറ്റ് ആഡ് ഡിസ്ട്രക്റ്റീവ്ലി ആണെങ്കിൽ അത് ഡാർക്ക് ഫ്രിഞ്ചും ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ആണ് ഒക്കർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ തിയറിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ എസ് എന്ന് പറയുന്ന ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് വിൽ ബി ദെയർ ആൻഡ് വി ക്യാൻ സീ 2 സ്മോൾ സ്ലിറ്റ് S1 ആൻഡ് S2 ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D എന്ന് പറയാം. ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. സോ ലൈറ്റ് എന്ത് ചെയ്യാണ്, ഒബ്വിയസ്ലി സ്ക്രീനിൻ്റെ മുകളിൽ പോയി ടച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ആ സ്ക്രീനിൽ നമ്മൾ AB എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് ദ സ്ക്രീൻ ബി പ്ലേസ്ഡ് ഓൺ എ ഡിസ്റ്റൻസ് D. അപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രം ദ കൊഹിറൻറ്റ് സോഴ്സ് OC ഇസ് എ ലൈൻ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ C. OC എന്ന് പറയുന്ന ഒരു ലൈൻ കാണാം, O ഇസ് ഹിയർ ആൻഡ് C എന്ന് പറയുന്ന പോയിന്റ് നമുക്കിവിടെ വെക്കാം. അപ്പോൾ OC എന്ന് പറയുന്ന ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ദ സോഴ്സ് S1 ആൻഡ് S2 ഇസ് പെർപെൻഡിക്കുലർ ടു ദ സ്ക്രീൻ ദാറ്റ് യു ക്യാൻ സീ ഫ്രം ദ ഫിഗർ ആൻഡ് ഇമാജിൻ എ ലൈൻ AB ഓൺ ദ സ്ക്രീൻ പാരലൽ ടു ദ ലൈൻ ജോയിനിങ് S1 ആൻഡ് S2. നൗ ദ പോയിന്റ് O is equidistant from the coherent source S1 and S2. O എന്നുള്ള പോയിന്റ് എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹെൻസ് ദ പാത്ത് ഡിഫറൻസ് ഓഫ് ദ വേവ് കമ്മിങ് ഫ്രം S1 ആൻഡ് S2 ഇസ് 0. സോ നമ്മൾ ഒരു O എന്ന് പറയുന്ന ഈക്വൽ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തതുകൊണ്ട് തന്നെ ദ പാത്ത് ഡിഫറൻസ് ഓഫ് ദ വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, S1 ആൻഡ് S2 0 ആയിരിക്കും. ദ പോയിന്റ് O കറസ്പോണ്ടിങ് ടു ദ മാക്സിമം ഇൻറ്റൻസിറ്റി. സോ Oയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. വി ക്യാൻ കൺസിഡർ PM is equal to x minus d/2 ആൻഡ് PN is equal to x plus d/2. സോ നമ്മൾ എന്ത് ചെയ്യാണ്, പാത്ത് ഡിഫറൻസ് എടുക്കുകയാണ്. പാത്ത് ഡിഫറൻസ് എടുക്കുന്നത് S2P മൈനസ് S1P എന്നുള്ള വേവിൻ്റെ പാത്ത് ഡിഫറൻസ് ആണ് എടുക്കുന്നത്. സോ പാത്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ വി വോണ്ട് ടു കൺസിഡർ PM is equal to x minus d/2. സോ d/2 വരാനുള്ള കാരണം S1ഉം S2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D. സോ PM എന്നുള്ള പൊസിഷൻ എടുക്കുമ്പോൾ നമുക്ക് PM എന്നെടുക്കുമ്പോൾ x minus d/2 ആൻഡ് PN എടുക്കുമ്പോൾ x plus d/2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫ്രം പൈത്തഗോറസ് തിയറം നമുക്ക് എന്താ വേണ്ടത്, S2P മൈനസ് S1P ആണ്. സോ S2P ഹോൾ സ്ക്വയർ എടുക്കാം. ഫ്രം പൈത്തഗോറസ് തിയറം വി ക്യാൻ റൈറ്റ് S2P ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി നോ ദാറ്റ് A² + B² ഇസ് ഈക്വൽ ടു C² എന്നുള്ള ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പൈത്തഗോറസ് തിയറം എടുക്കാം.
നമ്മളെ ഹൈപ്പോട്ടന്യൂസ് പാർട്ടായിരിക്കും സി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഹൈപ്പോട്ടന്യൂസ് പാർട്ടാണ് എന്ത് S2p² എന്ന് പറയുന്നത്. സോ S2p² എടുക്കുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് S2n² പ്ലസ് NP² എന്ന് കിട്ടും. അതിൽ S2n² ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് D വിച്ച് മീൻസ് D, അത് D² ആയിട്ട് എടുക്കാം. അതേപോലെ NP ഓൾറെഡി എടുത്തിട്ടുണ്ട് x+d/2 ഹോൾ സ്ക്വയർ. അപ്പോൾ a+b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമുല ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് D² പ്ലസ് x² D²/4 പ്ലസ് XD എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, S1p² എടുക്കണം. സോ ഇനി S1p² എടുക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് എടുത്ത പോലെ തന്നെ പൈത്തഗോറസ് തിയറമാണ് എടുക്കുന്നത്. ട്രയാങ്കിൾ എടുത്തു. സോ ട്രയാങ്കിൾ എടുക്കുന്നത് S1MP എന്നുള്ള ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. സോ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് S1p² ഇസ് ഈക്വൽ ടു S1m² പ്ലസ് MP². S1m ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ D ആയിരിക്കും. അതേപോലെ തന്നെ PM അല്ലെങ്കിൽ MP എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു x-d/2 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിനെ a-b ഹോൾ സ്ക്വയർ ഫോമിൽ ഡിറൈവ് ചെയ്തു. സോ വിൽ ബി ഗെറ്റിംഗ് D² പ്ലസ് x² D²/4 മൈനസ് XD. സോ ഈ ടൂവും ക്യാൻസൽ ചെയ്ത് പോകും. നൗ നെക്സ്റ്റ് വാട്ട് വി വോണ്ട് ടു ഡു ഇസ് S2p ഹോൾ സ്ക്വയർ മൈനസ് S1p ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ പാത്ത് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ സബ്ട്രാക്ട് ബോത്ത് ഓഫ് ദം. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ D² വിൽ ബി ഗെറ്റിംഗ് ക്യാൻസൽ, x² വിൽ ബി ഗെറ്റിംഗ് ക്യാൻസൽ, D²/4 പ്ലസ് XD മൈനസ് XD is equal to 2XD. So S2p whole square minus S1p whole square is equal to we will be getting 2XD എന്ന് കിട്ടും. ബട്ട് വി വോണ്ട് ഓൺലി S2p മൈനസ് S1p മാത്രം മതി. സോ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ S2p² മൈനസ് S1p is equal to 2XD എന്ന ഇക്വേഷൻ മാറ്റി എഴുതി. സോ വി ക്യാൻ റൈറ്റ് ഇത് ഏത് ഫോമിലാണ് ഉള്ളത്, A² മൈനസ് B² എന്നുള്ള ഫോമിലാണുള്ളത്. സോ വി ക്യാൻ റൈറ്റ് A-b ഇൻറ്റു A+b. A-b എന്ന് എഴുതുമ്പോൾ S2p മൈനസ് S1p, A+b എഴുതുമ്പോൾ S2p പ്ലസ് S1p വിച്ച് ഇസ് ഈക്വൽ ടു 2XD. ഇനി എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് S2p മൈനസ് S1p ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളെ ഇക്വേഷൻ സൈഡിലോട്ട് S2p മൈനസ് S1p is equal to 2XD ഡിവൈഡഡ് ബൈ S2p പ്ലസ് S1p എന്നുള്ള ഫോമിൽ ഇക്വേഷൻ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. സോ therefore ഈ ഒരു ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതാണ്. Since S1 and S2 is very close to each other and P is not very far away from O, we can make approximation that S2 plus S1 is equal to അല്ലെങ്കിൽ approximately equal to 2D എന്ന് കൊടുക്കാം. അതായത് S1 S2 എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടും P എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ അധികം ദൂരത്ത് Oയിൽ നിന്നും അധികം ദൂരത്തിൽ നിന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ we can consider S2P plus S1P is approximately equal to 2D എന്ന് കൊടുക്കാം. Therefore the path difference is equal to 2XD divided by 2D which is equal to ഈ 2ഉം this 2 ക്യാൻസൽ ചെയ്ത് പോകും, XD divided by capital D എന്ന് കൊടുക്കും. ഫേസ് ഡിഫറൻസിന് ഇക്വേഷൻ എന്താണ്, 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ദാറ്റ് ഇസ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചും പൊസിഷൻ ഓഫ് ഡാർക്ക് ഫ്രിഞ്ചും കണ്ടെത്തുക എന്നുള്ളതാണ്. സോ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, എന്ത് XD divided by D എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് പഠിച്ചിട്ടുണ്ട്. ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഇസ് ദാറ്റ് ദ പാത്ത് ഡിഫറൻസ് ഇസ് ആൻ m അല്ലെങ്കിൽ n ദ പോയിന്റ് P is bright, thus for n അല്ലെങ്കിൽ mth ബ്രൈറ്റ് ഫ്രിഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് nth ബ്രൈറ്റ് ഫ്രിഞ്ച് ഏത് ലെറ്റർ വേണമെങ്കിൽ വെച്ച് ഡിനോട്ട് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് xm അല്ലെങ്കിൽ xn by d divided by d is equal to m lambda എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങളിവിടെ n വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇവിടെ n lambda എന്ന് എഴുതാൻ പറ്റും. therefore xm is equal to d lambda divided by capital D ഇൻറ്റു എം എന്ന് കിട്ടും. വേർ എം എന്ന് പറയുന്നത് 0, 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിട്ടാണ് കൊടുക്കുക. ഇനി ദ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് വേർ എം ഇസ് ഈക്വൽ ടു 0, അത് നമുക്ക് 0th ഓർഡർ മാക്സിമ എന്ന് വിളിക്കാം. സോ ബ്രൈറ്റ് ഫ്രിഞ്ചസ് എം ഇസ് ഈക്വൽ ടു 1, 2, 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ മാക്സിമ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രിഞ്ച് വിഡ്ത്ത് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക ബീറ്റ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആണ്. അതായത് ഇത് ഈ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ എനി ടു കോൺസിക്യൂട്ടീവ് ഡാർക്ക് ബാൻഡ്. കോൺസിക്യൂട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്ന അടുത്തുള്ള ഏതെങ്കിലും ബ്രൈറ്റ് ബാൻഡ് തമ്മിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഡാർക്ക് ബാൻഡ് തമ്മിലോ ഉള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ്, അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു xm+1 മൈനസ് XM ആണ്. സോ xm+1 എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, D ഡിവൈഡഡ് ബൈ സ്മോൾ d m+1 ഇൻറ്റു ലാംഡ അല്ലേ, മൈനസ്
ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ഇൻറ്റു എം ലാംഡ എന്ന് കിട്ടും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേമൊക്കെ പോയി നമുക്ക് കോമൺ ടേമിനൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടും, വിച്ച് ഇസ് ദ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഡാർക്ക് ബാൻഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നൗ നെക്സ്റ്റ് വി വോണ്ട് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ഡാർക്ക് ഫ്രിഞ്ച്. So therefore position of dark fringe in പറയുന്നത് they are also having a condition, that is if the path difference is the odd multiple of lambda by 2, the point P is dark, and for the mth dark fringe we can write xmd divided by capital D. D എന്ന് പറയുന്ന distance between the slit and the screen ആണ്, which is equal to 2m plus 1 lambda by 2 ആണ്. കണ്ടീഷൻ ഓൾറെഡി പഠിച്ചതാണ്. therefore exam is equal to 2m plus 1 capital D lambda divided by 2D എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, 0 1 2 3 നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് ആയിരിക്കും, മിനിമം ഓർഡേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ ഫൈൻഡ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഓൾറെഡി പറഞ്ഞു, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഓർ ബ്രൈറ്റ് ബാൻഡ്സ് ആണ്. സോ ഇവിടെ നമ്മളെ ബാൻഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡാർക്ക് ഇൻ കളർ. സോ ഇതും അതേപോലെ തന്നെ XM + 1 മൈനസ് XM തന്നെയാണ്. ദാറ്റ് ഓൾസോ വിൽ ബി ഗെറ്റിംഗ് ബീറ്റ ഇസ് ഈക്വൽ ടു lambda d divided by small d. So the fringe width will be same for dark band and for bright band. So I hope all you understood. Thank you.